തിരുവചനത്തിൻ്റെ അകത്ത് അറിവുണ്ടായിട്ടും അതനുസരിക്കാനായിട്ട് ബുദ്ധിമുട്ടുന്ന പലരെയും കണ്ടിട്ടുണ്ട്. അവർക്കറിയാത്തതല്ല, അവർക്ക് കുറേ കാര്യങ്ങൾ അറിയാം. കുറേ കാര്യങ്ങളല്ല, സാധാരണക്കാരറിയുന്നതിനേക്കാൾ കൂടുതലായി അറിഞ്ഞിട്ടും ഇതനുസരിച്ച് നടക്കുവാൻ പ്രയാസപ്പെടുന്നവരെ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ളവർക്കാണ് ഈ സന്ദേശം. ദൈവത്തിൻ്റെ വചനം കേവലം അറിവിൻ്റെ തലത്തിൽ മാത്രം ഒതുക്കപ്പെടേണ്ടതല്ല. അതായത് കുറച്ച് ഇൻഫർമേഷൻസ്, അറിവ് നമ്മുടെ തലയ്ക്കകത്തേക്ക് കയറ്റി എനിക്കെല്ലാം അറിയാം എന്നുള്ള ആ ഒരു മേഖലയിൽ പോകുന്നതിനപ്പുറത്ത് എങ്ങനെയാണ് പൂർണ്ണമായും ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ വചനം അനുസരിച്ചുകൊണ്ട് ദൈവശബ്ദം കേട്ടുകൊണ്ട് ഓരോ ദിവസവും യാത്ര ചെയ്യുന്നത്, അല്ലെങ്കിൽ ഹൃദയാന്തർഭാഗത്ത് ആ ഒരു വലിയ സംതൃപ്തിയിൽ മുൻപോട്ട് പോകാനായിട്ട് കഴിയുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതുപോലെ ഒട്ടും ആത്മീക സംതൃപ്തി ഇല്ലാതെ പോകുന്നവരുണ്ട്. അവരുടെ അകത്ത് വചനമില്ലാത്തത് കൊണ്ടല്ല, പക്ഷേ ആഗ്രഹിക്കുന്ന നിലയിൽ വചനം അനുസരിക്കാനായിട്ട് അവർക്ക് പറ്റുന്നില്ല. അതിൻ്റെ കാരണം എന്താണെന്നും എങ്ങനെ ആ ഒരു അനുസരണത്തിൻ്റെ അനുഭവത്തിലേക്ക് നമുക്ക് വരാനായിട്ട് പറ്റും എന്നുള്ളതാണ് ഇന്ന് ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഒരു വേദഭാഗം നമ്മൾ നന്നായി പഠിക്കണം. പ്രവാചകനായ യഹസ്കേലിൻ്റെ പുസ്തകം 36-ാം അധ്യായം അതിൻ്റെ 26-27 വാക്യങ്ങളാണ്. ആ വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്: ഞാൻ നിങ്ങൾക്ക് പുതിയ ഹൃദയം നൽകും, പുതിയ ആത്മാവിനെ നിങ്ങൾക്ക് നൽകും, കല്ലായ ഹൃദയം ഞാൻ നീക്കി മാംസളമായ ഹൃദയം നിങ്ങൾക്ക് നൽകും. പ്രധാനപ്പെട്ട വാക്യം 27-ാമത്തെ വാക്യമാണ്: ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിൽ ആക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. ഈ വാക്യം ശ്രദ്ധിക്കുക. പുതിയ ഹൃദയം ഞാൻ നിങ്ങൾക്ക് തരും, എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. രണ്ടും ഒരുപോലെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെ ചില മെസ്സേജുകളിൽ ഞാൻ മനുഷ്യ ഹൃദയത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. മനുഷ്യന്റെ സകല പ്രവർത്തികളുടെയും എല്ലാത്തിൻ്റെയും വേരുകൾ കിടക്കുന്നത് അവൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലാണ്. പാപം എങ്ങനെ ഹൃദയത്തെ ബാധിക്കുന്ന രോഗമാകുന്നു എന്നുള്ള ഒരു സന്ദേശം ഞാൻ നൽകിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഹൃദയത്തെ എത്ര കരുതലോടെ ദൈവസന്നിധിയിൽ കാത്തു സൂക്ഷിക്കണമെന്ന് എഴുതിയിട്ടുണ്ട്. അത് ഞാൻ ഒരു സന്ദേശത്തിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവച്ചിരുന്നല്ലോ. ഇവിടെ നമ്മൾ വായിക്കുന്നത് പഴയ ഹൃദയത്തെ മാറ്റി, അല്ലെങ്കിൽ കാഠിന്യമുള്ള ഹൃദയത്തെ മാറ്റി മാംസമായ ഹൃദയം ഞാൻ നിങ്ങൾക്ക് നൽകും. ഇത് സത്യത്തിൽ ഒരു പ്രവചന ഭാഗമാണ്. ഈ ഭാഗം എവിടെയാണ് നിവർത്തിക്കപ്പെട്ടതെന്ന് നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. പ്രവാചകനായ യഹസ്കേല് ഇസ്രായേൽ ബാബിലോണ്യ പ്രവാസത്തിലേക്ക് പോകുമ്പോൾ ആ പ്രവാസ കാലത്ത് പ്രവചിച്ചൊരു പ്രവാചകനാണ്. അപ്പോൾ ഈ പ്രവചനത്തിന്റെ നിവർത്തി എന്ന് സംഭവിച്ചു? പ്രവാസകാലം കഴിഞ്ഞ് BC 538 കോരശിന്റെ വിളംബരത്തിന് ശേഷം ഇസ്രായേൽ അവരുടെ നാട്ടിലേക്ക് മടങ്ങി വന്നു. നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. 3 ഘട്ടങ്ങളിലായിട്ടാണ് മടങ്ങി വരുന്നത്. സെരുബാബേലിന്റെ നേതൃത്വത്തിൽ, എസ്രാ ശാസ്ത്രിയുടെ നേതൃത്വത്തിൽ, നെഹമ്യാവിന്റെ നേതൃത്വത്തിൽ അവർ യെരുശലേമിലേക്ക് വന്ന് അവരുടെ ആലയത്തിന് അടിസ്ഥാനമിട്ട് ആലയം പണിത് ഹഗ്ഗായിയുടെയും സെക്കരിയാവിന്റെയും ഒക്കെ നേതൃത്വത്തിൽ ചില ഉണർവുകൾ ഒക്കെ ഉണ്ടായി മുൻപോട്ട് പോയി. എങ്കിലും പിന്നീടുള്ള യഹൂദന്റെ ചരിത്രം പഠിച്ചാൽ ഈ പ്രവചനം നിവർത്തിക്കപ്പെട്ടതായി നമ്മൾ കാണുന്നില്ല. അതായത് ഒറ്റപ്പെട്ട ചില ആത്മീക ഉണർവുകൾ യഹൂദന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട് എങ്കിലും ഇത്തരത്തിലുള്ള പുതിയ ഹൃദയം ദൈവം നൽകി ആത്മാവിനെ പകരപ്പെട്ടവരായിട്ടുള്ള ഒരു തലമുറയെ നമ്മൾ കാണുന്നില്ല. ഇത് സംഭവിച്ചത് എവിടെയാണ്? ഇത് സംഭവിച്ചത്, ഈ വചനത്തിന്റെ നിവർത്തി യേശുക്രിസ്തുവിലൂടെയാണ് സംഭവിച്ചത്. ഞാൻ കൂടുതലായിട്ട് അതിനെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. യഹൂദന്റെ ചരിത്രം നമ്മൾ എടുത്താൽ, യഹൂദന്റെ അബ്രഹാമിൽ തുടങ്ങി അന്നോളം വരെയുള്ള യേശുവിന്റെ കാലം വരെയുള്ള ചരിത്രം നമ്മൾ എടുത്താൽ, അവൻ ആചാരങ്ങളും പ്രമാണങ്ങളും കൽപ്പനകളും ഇല്ലാതിരുന്നിട്ടല്ല, ഇതെല്ലാം വെച്ചുകൊണ്ടിരിക്കെ തന്നെ ഹൃദയത്തെ കടുപ്പിച്ച് നെറ്റിയെ വജ്രം പോലെ കടുപ്പാക്കി പ്രമാണങ്ങളെല്ലാം കൈവശം ഇരിക്കുമ്പോഴും അനുസരണം കെട്ടവരായി ബോധിച്ചതുപോലെ നടക്കുന്ന ഒരു വലിയ കൂട്ടത്തെയാണ് നമ്മൾ യഹൂദന്റെ ചരിത്രത്തിൽ എല്ലാ കാലത്തും കാണുന്നത്.
എന്നാൽ എത്രയോ പേർ ദൈവം ആഗ്രഹിച്ച നിലയിൽ ജീവിച്ച ദൈവഭക്തന്മാരുണ്ട്, അവരെ ഒഴിവാക്കുകയല്ല. പക്ഷേ യഹൂദന്റെ ആ ഒരു ചരിത്രത്തിൽ നമ്മൾ മെജോറിറ്റി നമ്മൾ നോക്കിയാലും കൽപ്പനകളുണ്ട്, ചട്ടങ്ങളുണ്ട്, പ്രമാണങ്ങളുണ്ട്. പക്ഷേ ഇവരിൽ നല്ല പങ്കും ദൈവം ആഗ്രഹിക്കുന്ന നിലയിലുള്ള ഒരു ജീവിതം നയിക്കാൻ അവർക്ക് പറ്റുന്നില്ല. അവരുടെ ഹൃദയം കഠിനപ്പെട്ടു പോയി. പക്ഷെ ഇവിടെ സർവേശ്വരനായ ദൈവം ഇവിടെ ഒരു വലിയൊരു മാറ്റത്തിലേക്ക്, അല്ലെങ്കിൽ പുതിയൊരു കാലഘട്ടത്തിലേക്ക് നയിച്ചിട്ട് ആ കാലഘട്ടത്തെക്കുറിച്ച് പറയുകയാണ്. ഇവരുടെ പഴയ ഹൃദയത്തെ ഞാൻ എടുത്തു കളഞ്ഞ് പുതിയൊരു ഹൃദയം ഞാൻ അവർക്ക് കൊടുക്കും. 2, എൻ്റെ ആത്മാവിനെ അവരുടെ ഉള്ളിൽ പകർന്ന് അവരെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. ഈ 2 കാര്യങ്ങൾ വളരെ ഗൗരവമായിട്ട് ചേർന്ന് പഠിക്കണം. ഞാൻ തിരുവചന ശുശ്രൂഷകളെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചാൽ ബഹളമോ വലിയ ഇളക്കപ്പെരുപ്പമോ ഒന്നുമല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങളാണ്. എനിക്ക് തീർച്ചയായിട്ടും അറിയാം, അത് കേൾക്കാൻ താല്പര്യമുള്ളവരാണ് ഈ വീഡിയോ കാണുന്നതെന്ന്. വചനത്തിന്റെ അകത്തല്ലാത്ത ഒരു കാര്യവും പറയുന്നില്ല. വളരെ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഈ ആത്മിക സത്യങ്ങളാണ്. അപ്പൊ ഞാൻ പറഞ്ഞത്, അവർക്ക് വചനമില്ലാഞ്ഞിട്ടല്ല, അവർക്ക് ന്യായപ്രമാണമില്ലാഞ്ഞിട്ടല്ല. എല്ലാം ഉണ്ട്, അറിവുണ്ട്, പക്ഷെ അനുസരണമില്ല. അറിവുണ്ട്, അനുസരണമില്ല. അപ്പം എങ്ങനെയാണ് ആ ഒരു അനുസരണത്തിലേക്ക് വരുവാനായിട്ട് പറ്റുന്നത്? എങ്ങനെയാണ് ദൈവത്തിന്റെ ചട്ടങ്ങളിൽ ഒരു വ്യക്തിക്ക് നടക്കുവാനായിട്ട് പറ്റുന്നത്? അതിന് ദൈവം അവരോട് പറഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ സംഭവിക്കുവാൻ പോകുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനന, കാൽവറി, മരണ, പുനരുത്ഥാനവുമായി ബന്ധപ്പെട്ട് തന്നിൽ വിശ്വസിച്ച് തന്നിലൂടെ കടന്നു വരുന്ന ആ ഒരു ജനതയ്ക്ക്, നമ്മൾക്ക് ഓരോരുത്തർക്കും നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെട്ടതാണ്, ഞാൻ അവർക്ക് പുതിയ ഹൃദയം നൽകും. കഠിനമായ ഹൃദയത്തെ ഞാൻ നീക്കിക്കളഞ്ഞിട്ട് മാംസളമായ ഹൃദയം ഞാൻ അവരുടെ ഉള്ളിൽ നൽകും. എന്താണ് കഠിന ഹൃദയം? കഠിന ഹൃദയം എന്ന് പറയുന്നത് പാപത്തോട് പ്രതികരിക്കാൻ പറ്റാത്തതാണ്. തെറ്റുകളെ തിരിച്ചറിയുവാൻ കഴിയാതെ അതിൽ യാത്ര ചെയ്യുന്നതാണ്. ദൈവശബ്ദം കേൾക്കാൻ പറ്റാത്തതാണ്. ആർദ്രതയും അനുകമ്പയും മനസ്സലിവും ഒന്നുമില്ലാത്ത ഹൃദയമാണ് കഠിനമായ ഹൃദയം. യഹൂദന്റെ ചരിത്രം പഠിച്ചാൽ അക്ഷരാർത്ഥത്തിൽ ഇത് ശരിയാണ്. കാരണം യെശയ്യാവ്, അതുപോലെ തന്നെ ഹോശയ, മീഖ, ഈ പ്രവാചകന്മാർ, ആമോസ്, ഇവരെ അറിയപ്പെടുന്നത് തന്നെ 8th century prophets എന്നാണ്. യഹൂദന്റെ ചരിത്രത്തിലെ 8ാം നൂറ്റാണ്ട് നമ്മളൊന്ന് പഠിക്കണം. സാമ്പത്തികമായി, സാമൂഹികമായി ഉന്നമനത്തിൽ നിൽക്കുമ്പോൾ യാതൊരു മനസാക്ഷിയും ഇല്ലാത്തവരായി, ദൈവം ഞങ്ങളുടെ പോക്കറ്റിലാണെന്ന് കരുതി സകല നീതിന്യായ സംവിധാനങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് ജീവിക്കുമ്പോൾ ആമോസിനെ പോലെയൊക്കെയുള്ളവർ പ്രവചിച്ചു, ന്യായവും നീതിയും ഒക്കെ വറ്റാത്ത തോട് പോലെ ഒഴുകട്ടെ എന്ന് പറയുമ്പോൾ അറിവുണ്ട്, അനുസരണമില്ല എന്നുള്ളതാണ്. പക്ഷേ അറിവ് മാത്രം പോരാ, അനുസരണം വേണ്ടേ? എങ്ങനെ അനുസരിക്കാനായിട്ട് പറ്റും? നമുക്ക് സ്വയമായി അനുസരിക്കുന്നതിന് പരിധികളുണ്ട്. നമ്മളെല്ലാം കേവലം മനുഷ്യരായതുകൊണ്ട്, നമുക്കത് പറ്റാത്തത് കൊണ്ട്, ദൈവത്തിന് സ്തോത്രം, സർവശക്തനായ ദൈവം ക്രിസ്തുവേശുവിലൂടെ നൽകിത്തന്ന ഒരു പുതിയ കാര്യമാണ്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, സകലതും പുതുതാക്കി തീർത്തിരിക്കുന്നു. അപ്പൊ ക്രിസ്തുവിലൂടെ ഒരു വ്യക്തിക്ക് ലഭിക്കുന്നത് പുതിയ ഹൃദയവും അതുപോലെ തന്നെ വഴി നടത്തുന്ന ആത്മാവിന്റെ ശക്തിയുമാണ്. ആത്മാവിന്റെ ശക്തിയെ തിരിച്ചറിയാത്തിടത്തോളം കാലം ഒരിക്കലും ഒരു വ്യക്തിക്ക് ദൈവകൽപ്പനകളുടെ പൂർണ്ണ അനുസരണത്തിൽ മുൻപോട്ട് പോകാനായിട്ട് പറ്റത്തില്ല. പഴയ നിയമകാലങ്ങളിലെല്ലാം തന്നെ പരിശുദ്ധാത്മാവ് വന്നും പോയും ഇരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. അല്ലെങ്കിൽ വസിച്ചിരുന്ന, മുൻപോട്ട് പോയിരുന്ന അത്തരത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ വളരെ കുറവാണ്. പക്ഷെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ വായിച്ച വാക്യം പുതിയ ഹൃദയം, പുതിയ ആത്മാവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഒരു സ്ഥലത്ത് കാണാനായിട്ട് പറ്റും. അത് ഇസ്രായേലിന്റെ ആദ്യത്തെ രാജാവായ ശൗലിന്റെ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടാണ്. 1 ശമൂവേൽ 10ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങൾ വായിക്കുമ്പോൾ, അപ്പന്റെ കാണാതായ ആടുകളെ തിരഞ്ഞ് ശമൂവേലിന്റെ അരികിലേക്ക് വന്ന്, ശമൂവേൽ നീ ഇസ്രായേലിന്റെ അടുത്ത രാജാവാണെന്ന് പറയുമ്പോൾ 10ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്,
തൈലപാത്രം തൻ്റെ മുകളിൽ വെച്ച് അഭിഷേകം ചെയ്തു കഴിഞ്ഞപ്പോൾ അക്ഷരാർത്ഥത്തിൽ ആക്ഷരികമായ ഒരു അഭിഷേകം അവിടെ നടക്കുന്നുണ്ട്. പക്ഷെ ആക്ഷരികമായ അഭിഷേകം കൊണ്ട് മാത്രം കാര്യമില്ല, ആത്മീയമായ ഒരു അഭിഷേകം നടക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത്, ശൗല് ശമൂവേലിനെ വിട്ടുപിരിയുമ്പോൾ 9-ാമത്തെ വാക്യത്തിലാണെന്ന് തോന്നുന്നു അവിടെ എഴുതിയിരിക്കുന്നത്, ദൈവം അവന് വേറൊരു ഹൃദയം കൊടുത്തു എന്നാണ്. അപ്പോൾ വേറൊരു ഹൃദയം നമുക്ക് കാണാൻ പറ്റും. പക്ഷെ വേറൊരു ഹൃദയം കൊടുത്ത വ്യക്തി ആ ഹൃദയത്തിൽ തുടർന്നു പോകണമെങ്കിൽ ആത്മാവിന്റെ അധിവാസം ആവശ്യമാണ്. അതുകൊണ്ട് എന്ത് പറ്റി? അടുത്ത വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, ശൗല് അവിടെ നിന്ന് യാത്ര ചെയ്ത് പ്രവാചകന്മാരുടെ ആ ഗിരിയിലേക്ക് എത്തുമ്പോൾ പ്രവാചക ശിഷ്യന്മാരെ കാണുന്നു. ആത്മാവിന്റെ ശക്തി ശൗലിന്റെ മേൽ വരുന്നു. ശൗല് പ്രവചിക്കുകയാണ്. ശൗലിന്റെ മേൽ ആത്മാവ് വരികയാണ്. പിന്നീട് ഒരു സെയിങ് തന്നെ ഇസ്രായേൽ ഉണ്ടായി, ശൗലും പ്രവാചക ഗണത്തിലോ എന്ന്. നമ്മൾ ചിന്തിക്കും, ഈ ശൗലിനെ എന്തിനു ദൈവം പ്രവാചകനാക്കിയെന്ന്. ഞാൻ വിശ്വസിക്കുന്നത് അദ്ദേഹത്തെ ഒരു പ്രവാചകനാക്കി ചരിത്രത്തിന്റെ താളുകളിൽ അറിയപ്പെടുന്ന ഒരു പ്രവാചകനായി രേഖപ്പെടുത്തുന്നതിനല്ല ദൈവാത്മാവ് ചെയ്തത്. ദൈവം കൊടുത്ത വേറൊരു ഹൃദയം അതിന്റെ പൂർണ്ണതയിൽ നിലകൊള്ളണമെങ്കിൽ ആത്മാവ് വേണം. അത് സംഭവിച്ചാലേ പറ്റത്തുള്ളൂ. ആക്ഷരികമായ തൈലാഭിഷേകം കൊണ്ട് മാത്രം നടക്കത്തില്ലത്, ആത്മീകമായ ഒരു അഭിഷേകം ഉണ്ടാകണം. അതുകൊണ്ട് തന്നെയാണ് ഇമ്മീഡിയറ്റ്ലി ഹൃദയം കൊടുത്തതിന് ശേഷം പോകുന്ന വഴിയിൽ തന്നെ ആത്മാവ് തന്റെ മേൽ വന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു സത്യം, ദൈവത്തിന്റെ ആത്മാവിന്റെ സഹായമില്ലാതെ ഒരിക്കലും ഒരു വ്യക്തിക്കും തൻ്റെ കൽപ്പനകളിൽ നടക്കുവാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, സത്യത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. എന്തിനേറെ പറയുന്നു, യേശുവിന്റെ കൂടെ പോലും 3-3.5 വർഷം സഞ്ചരിച്ച പത്രോസ് ഇല്ലേ, ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് പറഞ്ഞ പത്രോസ് യേശുവിന്റെ അസാന്നിധ്യത്തിൽ പിന്മാറ്റത്തിലേക്ക് പോയി. പഴയ പടകും വലയും എല്ലാം എടുത്തു പോയി. എന്താണ് കാരണം? യേശുവിന്റെ അസാന്നിധ്യത്തിൽ തനിക്ക് ജീവിക്കാൻ പറ്റിയില്ല. തൻ്റെ ആ ഒരു വിളിയിൽ നിന്ന് താൻ പിറകിലേക്ക് പോയി. ഇല്ലേ, ദൈവത്തിന് സ്തോത്രം. പക്ഷെ തിരിച്ച് കർത്താവ് തൻ്റെ അരികിലേക്ക് വന്നതിന് ശേഷം, നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർക്കുക. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ അപ്പോസ്തല പ്രവൃത്തികളിൽ എഴുതിയിരിക്കുന്നത്, ആത്മാവ് അവരുടെ മേൽ വന്നു, എല്ലാവരും ആത്മാവ് നിറഞ്ഞവരായി. പിന്നീട് പത്രോസ് ഒരിക്കൽ പോലും പിന്മാറ്റത്തിലേക്ക് പോകുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ ഞങ്ങൾ പ്രസംഗിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് സധൈര്യം, ഏത് പ്രതികൂലത്തിന്റെ മുൻപിലും ധൈര്യത്തോടെ നിന്നുകൊണ്ട് ക്രിസ്തുവിന്റെ ശക്തനായ സാക്ഷിയായി മാറുന്ന, തനിക്ക് വേണ്ടി ജീവൻ വെക്കുവാൻ പോലും തയ്യാറായി നിൽക്കുന്ന ഒരു പത്രോസിനെ നമുക്ക് കാണാനായിട്ട് പറ്റും. കാരണം അറിവ് മാത്രമല്ല, ആത്മാവിന്റെ അധിവാസമാണ് തന്നെ ജയകരമായ ഒരു ജീവിതത്തിലേക്ക് നയിച്ചത്. ഇത് പറയാനായിട്ടാണ് ഞാൻ ആഗ്രഹിച്ചത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ കേവലം അറിവ് മാത്രം പോരാ, പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട ഒരു ജീവിതം നമുക്ക് ആവശ്യമാണ്. ദൈവത്തിന്റെ ചട്ടങ്ങളിൽ നടക്കുവാൻ നമുക്ക് കഴിയണം. ഇനിയും പുതിയൊരു ഹൃദയം നമുക്ക് തന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, പാപത്തിന്റെ ചതിയാൽ ഹൃദയം കഠിനപ്പെടാൻ സാധ്യതയുണ്ട്. എബ്രായ ലേഖനത്തിൽ അവിടെയുള്ള ആളുകളോട് വളരെ വ്യക്തമായി ദൈവാത്മാവ് എഴുതിയിരിക്കുകയാണ്, പാപത്തിന്റെ ചതിയാൽ ഹൃദയം കഠിനപ്പെടാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക. അപ്പൊ പുതിയ ഹൃദയമാണെങ്കിലും നമ്മൾ എന്താ പറയുന്നത്, ഇതിനെ കയറൂരി വിട്ടാൽ, ആത്മാവിന് വിധേയപ്പെട്ട് ദൈവവചനത്തിന്റെ അനുസരണത്തിലല്ല നമ്മൾ പോകുന്നതെങ്കിൽ കഠിനപ്പെടാൻ സാധ്യതയുണ്ട്. നമ്മുടെ ആ വളർച്ച മുരടിച്ചു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്, ദിനംതോറും മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. നന്മയും പൂർണ്ണതയും പ്രസാദവുമുള്ള ദൈവഹിതം തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. ഞാൻ നിങ്ങൾക്ക് പുതിയ ഹൃദയം തരും, ഞാൻ പുതിയ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കും. ഇത് ക്രിസ്തുവിലൂടെയാണ് നിവർത്തിക്കപ്പെട്ടിരിക്കുന്നത്. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നിങ്ങൾ ഏത് ലോകത്തിന്റെ ഏത് രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ സന്ദേശം കേൾക്കുന്ന വ്യക്തിയാണെങ്കിലും ഒരു നിമിഷം ദൈവസന്നിധിയിൽ സമർപ്പിക്കുക. കർത്താവെ, നിങ്ങളുടെ ആത്മാവിന്റെ ആ ഒരു നിയന്ത്രണത്തിലേക്ക്, ആത്മനിറവിൻ ജീവിതത്തിലേക്ക്, അതാണ് കറക്റ്റായ പ്രയോഗം, ആത്മനിറവിൻ ജീവിതത്തിലേക്ക് എന്നെ നയിക്കണമേ. അങ്ങയുടെ ചട്ടങ്ങളിൽ നടന്ന് അങ്ങേക്ക് പ്രസാദമുള്ള ജീവിതം നയിപ്പാൻ എനിക്ക് കൃപ നൽകണമേ. ഈ പ്രാർത്ഥനയോടുകൂടി ഈ സന്ദേശം നമുക്ക് അവസാനിപ്പിക്കാം. കർത്താവ് നമ്മളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിച്ച് സഹായിക്കട്ടെ.